ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് 500 രൂപ, ആന്ധ്രാപ്രദേശ് 1000 രൂപ, അരുണാചൽ പ്രദേശ് 2000 രൂപ, ബീഹാർ 1000 രൂപ, ഛത്തീസ്ഗഡ് സർ ഇൻസെന്റീവ്സിന് മാച്ചിങ് ആയിട്ടുള്ള തുക അതിന്റെ 75% മാത്രം സംസ്ഥാനം നൽകും. ഡൽഹി 3000 രൂപ, ഗുജറാത്ത് 2500 രൂപ, ഹരിയാന 6100 രൂപ, ഹിമാചൽ പ്രദേശ് 4700 രൂപ, ജാർഖണ്ഡ് 1000 രൂപ, കർണാടക 5000 രൂപ, മഹാരാഷ്ട്ര 3500 രൂപ, മണിപ്പൂർ 1000 രൂപ, മേഘാലയ 2000, മധ്യപ്രദേശ് 4000, ഒഡീഷ 1000, പുതുച്ചേരി 3000, പഞ്ചാബ് 2500, രാജസ്ഥാൻ 1650, സിക്കിം 6000, തമിഴ്നാട് 500, തെലങ്കാന 6750, ത്രിപുര അതും സർ ഇൻസെന്റീവ്സിന് തുല്യമായിട്ടുള്ള 33% തുക അതാണ് സംസ്ഥാനം വെക്കുന്നത്. ഉത്തർപ്രദേശ് 1500, ഉത്തരാഖണ്ഡ് 3000, വെസ്റ്റ് ബംഗാൾ 5250, കേരളം 7000 സർ. സർ ഇതാണ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണക്ക് സർ. ഇതിൽ സിക്കിമിന്റെ ഗവൺമെന്റ് ഉത്തരവുണ്ട് സർ. ഞങ്ങൾ ഈ വാർത്ത ഇങ്ങനെ പല മാധ്യമങ്ങളും കൊടുക്കുന്നത് കണ്ടിട്ട് അതുപോലെ ഒരു ഉത്തരത്തിനകത്തും 10,000 രൂപയായിട്ട് ഡിക്ലെയർ ചെയ്തു എന്ന് കണ്ടിരുന്നു സാർ. അതനുസരിച്ച് അവിടുത്തെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ഉൾപ്പെടെ ബന്ധപ്പെട്ട് അവർ കഴിഞ്ഞ ദിവസം അയച്ചു തന്ന ഉത്തരവ് എന്റെ കയ്യിലുണ്ട് സാർ. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് 6,000 രൂപയാണ് എന്നുള്ളതാണ്. അവർ പറയുന്നത് വിശ്വസിക്കേ നമുക്ക് മാർഗമുള്ളൂ സാർ. നമസ്കാരം. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഒരു കള്ളം കൂടി പൊളിയുന്നു. കേരളത്തിലെ ആശാ വർക്കർമാരാണ് ഏറ്റവും അധികം വേതനം ലഭിക്കുന്നതെന്നായിരുന്നു വീണ ജോർജിന്റെ വാദം. എന്നാൽ ആ കള്ളം ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുകയാണ്. രാജ്യത്ത് ഏറ്റവും ഉയർന്ന ഓണറേറിയം നൽകുന്നതിന് പുറമെ ആശാ വർക്കർമാരെ സ്ഥിരം ജീവനക്കാരായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം എന്ന പദവി സിക്കിമിനാണ്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 29-ന് സംസ്ഥാനത്തെ ആശാ വർക്കേഴ്സ് ഉൾപ്പെടെ വിവിധ തസ്തികകളിലായി ജോലി ചെയ്തിരുന്ന 22,746 താൽക്കാലിക ജീവനക്കാർക്ക് സ്ഥിര നിയമനം നൽകുന്ന ഉത്തരവ് ചിത്രങ്ങൾ സഹിതം മുഖ്യമന്ത്രി പ്രേം സിംഗ് തമാങ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. കൂടാതെ 2022 ഒക്ടോബർ 1 മുതൽ ആശമാർക്ക് പ്രതിമാസം 10,000 രൂപ വീതം സിക്കിം നൽകി വരികയുമാണ്. എന്നാൽ ഈ യാഥാർത്ഥ്യങ്ങൾ മറച്ചുവെച്ചുകൊണ്ടാണ് കേരളത്തിലെ ആശാ വർക്കർമാർക്കാണ് ഏറ്റവും അധികം വേതനം കൈപ്പറ്റുന്നതെന്ന് CPM-ഉം CITU-യും ആരോഗ്യമന്ത്രി വീണ ജോർജും അവകാശവാദങ്ങൾ ഉന്നയിച്ചത്. 6,000 രൂപ മാത്രമാണ് സിക്കിമിൽ ആശമാർക്ക് നൽകുന്നതെന്നാണ് വീണ ജോർജ് നിയമസഭയിൽ ആവർത്തിച്ച് പറഞ്ഞത്. കൂടാതെ 10,000 രൂപയുണ്ടെന്ന് സഭയിൽ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിലെ വിവരം പറഞ്ഞുവെന്ന് ആക്ഷേപിക്കുകയും ചെയ്തിരുന്നു. സമാനമായി മലയാള മനോരമ മുന്നോട്ട് വച്ച വിവരങ്ങളെയും ചേർത്തുകൊണ്ട് വീണ ജോർജ് രംഗത്തെത്തുകയും ചെയ്തു. കേരളമാണ് ആശാ വർക്കേഴ്സിന് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്നതെന്ന വാദമാണ് ആരോഗ്യമന്ത്രി ഇപ്പോഴും ഉന്നയിക്കുന്നത്. സംസ്ഥാനത്ത് കേവലം 232 രൂപയാണ് ഇപ്പോൾ ആശമാർക്ക് ദിവസന വേതനമായി ലഭിക്കുന്നത്. മണിക്കൂറുകൾ ജോലി ചെയ്യേണ്ടി വരുന്ന ആശമാർക്ക് യാത്രാക്കൂലി പോലും കയ്യിൽ നിന്നാണ് നൽകേണ്ടി വരുന്നതെന്ന് സമരസമിതി പോലും പറയുന്നു. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്നതെന്നും ആശമാരെ തൊഴിലാളികളായി അംഗീകരിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് എന്നുമാണ് ആരോഗ്യമന്ത്രിയും സർക്കാരും ആവർത്തിക്കുന്നത്. സംസ്ഥാനം നൽകുന്ന 7,000 രൂപയും ഫിക്സഡ് ഓണറേറിയമായ 3,000 രൂപയും മറ്റ് സേവനങ്ങൾക്കായുള്ള പ്രതിഫലവുമായി 13,000 രൂപയോളം ആശമാർക്ക് കിട്ടുന്നുണ്ടെന്നാണ് മന്ത്രി വീണ ജോർജ് പറയുന്നത്. എന്നാൽ ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യങ്ങൾ അനുവദിക്കുക, പ്രതിമാസ ശമ്പളം 21,000 രൂപയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരളത്തിലെ ആശാ വർക്കേഴ്സ് കഴിഞ്ഞ 26 ദിവസമായി സെക്രട്ടേറിയറ്റ് നടയിൽ സമരം നടത്തി വരുന്നത്. കേരളത്തിൽ സമരം നടത്തുന്ന ആശമാർക്ക് ലഭിക്കുന്ന ഉയർന്ന ഓണറേറിയവും പ്രതിമാസ ശമ്പളവുമാണെന്ന് വാദിക്കുന്നവരാണ് CITU നേതാക്കൾ. ഇതേ സംഘടന തന്നെ കഴിഞ്ഞ വർഷം നവംബർ 29-ന് ഡൽഹിയിൽ 13 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആശാ വർക്കേഴ്സിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജന്തർ മന്ദറിൽ പ്രതിഷേധ സമരം നടത്തിയിരുന്നു. ആശമാർക്ക് പ്രതിമാസം 26,000 രൂപ വേതനം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സമരം നടത്തിയതെന്ന് പാർട്ടി പത്രമായ പീപ്പിൾസ് ഡെമോക്രസി റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. 26,000 രൂപ പ്രതിമാസ വേതനം വേണമെന്നാവശ്യപ്പെട്ട ഡൽഹിയിൽ പോയി സമരം നടത്തിയ സംഘടനയുടെ നേതാക്കൾ ഇപ്പോൾ കേരളത്തിൽ കിട്ടുന്ന ഓണറേറിയവും വേതനവും വർദ്ധിപ്പിക്കണമെന്ന ആശമാരുടെ ആവശ്യത്തോട് മുഖം തിരിക്കുകയും അവരെ അധിക്ഷേപിക്കുകയുമാണ്. സമരം നടത്തുന്ന കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷനെയും അവരുടെ നേതാക്കളെയും അങ്ങേയറ്റം ഹീനമായ വാക്കുകൾ ഉപയോഗിച്ചാണ് CITU നേതാക്കൾ ആക്രമിക്കുന്നത്.
അരാജകവാദികൾ, പാട്ടപ്പിരിവുകാർ, സാംക്രമിക രോഗം പകരുത്തുന്ന കീടങ്ങൾ, ഉമ്മ കൊടുക്കുന്നവർ എന്നൊക്കെയാണ് CATU നേതാക്കളായ ഇളമരം കരീമും PB ഹർഷകുമാറും KN ഗോപിനാഥും ഇവരെ ആക്ഷേപിച്ചത്. ഓണറേറിയും ഇൻസെന്റീവും മാസങ്ങളായി മുടങ്ങിയതോടെ ഫെബ്രുവരി 10 മുതലാണ് ആശമാർ കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സമര രംഗത്തേക്ക് ഇറങ്ങിയത്. ഓണറേറിയം 21,000 രൂപയാക്കുക, 62-ാം വയസ്സിൽ വിരമിക്കുമ്പോൾ 5 ലക്ഷം രൂപ നൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ആശമാർ പ്രധാനമായും ഉന്നയിക്കുന്നത്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്നത് കേരളമാണെന്ന സർക്കാരിന്റെ അവകാശവാദം പ്രതിപക്ഷവും ആശമാരും പൊളിച്ചടുക്കിയിട്ടും മുട്ടാപ്പോക്ക് ന്യായീകരണങ്ങൾ നിരത്തി തടിത്തപ്പാനാണ് നേതാക്കന്മാരുടെ ശ്രമം. രാപ്പകൽ സമരം എന്ന നിലയിലാണ് പ്രതിഷേധം ആരംഭിച്ചത്. ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെ പിന്നീട് അനിശ്ചിതകാല സമരം പ്രഖ്യാപിക്കുകയായിരുന്നു. 26,000-ഓളം ആശമാരാണ് സംസ്ഥാനത്ത് ആകെയുള്ളത്. സർക്കാരിന്റെ ഭാഗത്ത് നിന്നുൾപ്പെടെ വലിയ തോതിലുണ്ടായ സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് 100 കണക്കിന് സ്ത്രീകളാണ് സെക്രട്ടേറിയറ്റ് നടയിൽ ഇപ്പോഴും സമരവുമായി മുന്നോട്ട് പോകുന്നത്. ആശാ വർക്കർമാരുടെ സമരം തീർക്കുന്നതിൽ ആരോഗ്യമന്ത്രി പരാജയപ്പെട്ടുവെന്ന വിമർശനമാണ് കൊല്ലത്ത് നടക്കുന്ന CPM സമ്മേളനത്തിൽ പോലും ഉയരുന്നത്. ആശമാർ ഉൾപ്പെടെയുള്ള സ്കീം ജീവനക്കാരുടെ ദിവസവേതനം 700 രൂപയാക്കുമെന്ന 2021 പ്രകടന പത്രികയിൽ CPM-ഉം ഇടതുമുന്നണിയും മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തി ആശമാരുടെ ആവശ്യങ്ങളോട് മുഖം തിരിക്കുന്ന സമീപനമാണ് സർക്കാർ തുടരുന്നത്.